ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകളെ കുറിച്ച് പഠിക്കാം. പാരലൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, രണ്ട് ലൈനുകൾ അവ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല. പിന്നെ ആ രണ്ട് ലൈനുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലായിടത്തും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു സൈഡിൽ 5 സെൻറ്റിമീറ്ററിലാണെങ്കിൽ ബാക്കി എല്ലാ സൈഡിലും 5 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ആ രണ്ട് ലൈനുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഉൾഭാഗത്തിനെ നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറയാം. നമ്മൾ ആദ്യം വരച്ച രണ്ട് പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തിട്ട് വേറൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ മേലത്തെ ജംഗ്ഷനിൽ 4 ആംഗിൾസ് ഉണ്ടാവും, താഴത്തെ ജംഗ്ഷനിലും 4 ആംഗിൾസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 8 ആംഗിൾസ് ഉണ്ടാവും. ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയറിലുള്ള ഭാഗം മാത്രം കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിലാകെ 4 ആംഗിളാണുള്ളത്, 4, 3, 5, 6. അപ്പോൾ ഇതിൽ ആംഗിൾ 4 എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ക്രോസ് ചെയ്യുന്ന ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കിടക്കുന്ന ആംഗിൾ അല്ലേ, ലെഫ്റ്റ് ബോട്ടം. ഈ ഫസ്റ്റത്തെ ജംഗ്ഷനിൽ ഈ ക്രോസ് ചെയ്യുന്ന ലൈനിൻ്റെ ലെഫ്റ്റ് ബോട്ടത്തിൽ കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ 4. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്ത ജംഗ്ഷനിൽ റൈറ്റ് സൈഡിൽ അപ്പിൽ കിടക്കുന്നത്, റൈറ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾ, അത് ആംഗിൾ 6. അപ്പോൾ ഒരു ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കിടക്കുന്ന ആംഗിളാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അടുത്ത ജംഗ്ഷനിൽ റൈറ്റിൽ മേലെ കിടക്കുന്ന ആംഗിൾ. അപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസാണ്. അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. രണ്ട് പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് വരയ്ക്കുമ്പോൾ മാത്രമാണ് ഈ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ആംഗിൾ 3. ആംഗിൾ 3 എന്ന് പറയുന്നത് ഈ ക്രോസ് ചെയ്യുന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾ, റൈറ്റ് അപ്പ്. ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ഏത് ജംഗ്ഷനാണോ എടുത്തത് അതല്ലാതെ അടുത്ത ജംഗ്ഷൻ്റെ വേണം അടുത്തത് നോക്കാൻ. അപ്പോൾ അടുത്ത ജംഗ്ഷൻ്റെ ഇൻറ്റീരിയറിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ കിടക്കുന്ന ആംഗിൾ, അത് ആംഗിൾ 5 ആണ്. അപ്പോൾ ആംഗിൾ 3യും ആംഗിൾ 5ഉം ആണ് അടുത്ത സെറ്റ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. നമ്മൾ ഈ ഭാഗത്തിന് ഉള്ളിലുള്ള ഭാഗത്തിന് ഇൻറ്റീരിയർ എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസിൻ്റെയും പുറമേ ഉള്ള ഭാഗത്തിന് നമുക്ക് എക്സ്റ്റീരിയർ എന്ന് പറയാം അല്ലേ. ഈ ഭാഗത്തിനും എക്സ്റ്റീരിയർ എന്ന് പറയാം. അപ്പോൾ ഈ ഫിഗറിൽ എക്സ്റ്റീരിയറിൽ കിടക്കുന്ന രണ്ട് ആംഗിൾസ് അതാണ് 1ഉം 2ഉം. ഇനി താഴെ എക്സ്റ്റീരിയറിൽ കിടക്കുന്ന രണ്ട് ആംഗിൾസാണ് 7ഉം 8ഉം. ഇതിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്. മേലെ എക്സ്റ്റീരിയറിൽ ലെഫ്റ്റ് സൈഡിൽ അപ്പിൽ കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ 1, ലെഫ്റ്റ് അപ്പ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൈറ്റ് ബോട്ടം, എക്സ്റ്റീരിയറിൽ റൈറ്റ് ബോട്ടം, അതാണ് ആംഗിൾ 7 അല്ലേ. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 7ഉം ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇനി അടുത്ത പെയർ ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റീരിയറിൽ റൈറ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾ, റൈറ്റ് അപ്പ്, അതാണ് ആംഗിൾ 2. അപ്പോൾ താഴെ എക്സ്റ്റീരിയറിൽ ലെഫ്റ്റ് ബോട്ടം, ലെഫ്റ്റ് ബോട്ടം, അത് ആംഗിൾ 8 ആണ്. അപ്പോൾ അടുത്ത സെറ്റ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ 2ഉം അതേപോലെ ആംഗിൾ 8ഉം, ഈ രണ്ട് ആംഗിൾസും. അപ്പോൾ രണ്ട് പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 7ഉം ഈക്വലാണ്, ആംഗിൾ 2ഉം ആംഗിൾ 8ഉം ഈക്വലാണ്. ഈ 8 ആംഗിൾസിൽ ഒരാംഗിൾ തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആംഗിൾസൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആംഗിൾ 1 110 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാം. ഇതിൽ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ലീനിയർ പെയേഴ്സാണ്. 1, 2, അതായത് രേഖീയ ജോഡികൾ. ഒരു ലൈനിൻ്റെ മേലെ കിടക്കുന്ന രണ്ട് ആംഗിൾസ്, ആ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അപ്പോൾ ആംഗിൾ 1 110 ആണെന്നറിയാം. അപ്പോൾ ആംഗിൾ 2 എന്ന് പറയുന്നത് 180 മൈനസ് 110. അപ്പോൾ ആംഗിൾ 2 70 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നറിയും. അതായത് രണ്ട് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് അവ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളും 70 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 2ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് 4,
അപ്പോൾ ആംഗിൾ 4 70 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ 1ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ 3. അപ്പോൾ അതും 110 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ജംഗ്ഷനിലെ ആംഗിൾസൊക്കെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ആംഗിൾ 4ൻ്റെ ഓൾട്ടർനേറ്റ് പെയറാണ് ആംഗിൾ 6 അല്ലേ? ആംഗിൾ 6 രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 6 70 ഡിഗ്രി. അതേപോലെ ആംഗിൾ 3യും ആംഗിൾ 5ഉം ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. ഇൻറ്റീരിയറിലുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. അപ്പോൾ ആംഗിൾ 5 110 ഡിഗ്രി. ഇനി അടുത്തത് എക്സ്റ്റീരിയറിലുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആംഗിൾസ് 2ഉം ആംഗിൾ 8ഉം ആണ്. ആംഗിൾ 2 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 8 70 ഡിഗ്രി. ഇനി അടുത്തത് എക്സ്റ്റീരിയറിലുള്ള ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ 1ഉം ആംഗിൾ 7ഉം. അപ്പോൾ ആംഗിൾ 7 110 ഡിഗ്രി. അപ്പോൾ ഇതിൽ രണ്ട് പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്തുമ്പോൾ വരയ്ക്കുമ്പോൾ ആകെ 2 മെഷർമെൻറ്റാണ് ആംഗിൾസിന് ഉണ്ടാവുള്ളൂ. ഇവിടെ 4 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് 110ഉം അടുത്ത 4 ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് 70 ആണ്. അങ്ങനെ 2 സെറ്റ് മെഷർമെൻറ്റ് മാത്രമാണ് ഉണ്ടാവുള്ളൂ.